ജീവിതത്തെ നിങ്ങളാണോ അതോ ജീവിതം നിങ്ങളെയാണോ നിയന്ത്രിക്കുന്നത്? ഇതാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. ഈശിത്വം. ഈശിത്വ ട്രൂ പവർ ബിഗിൻസ് വെൻ യു മാസ്റ്റർ യുവർ ഇന്നർ വേൾഡ്. എന്താണ് ഈശിത്വം? അതാണ് വിഷയം. എന്താണ് ഈശിത്വം എന്ന സിദ്ധി? എന്തുകൊണ്ടാണ് ജീവിതത്തിലെ നിയന്ത്രണം നമുക്ക് നഷ്ടമാകുന്നത്? ഈശിത്വം വളർത്താൻ എന്തെല്ലാം പരിശീലനങ്ങൾ ആവശ്യമാണ്? തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. അഷ്ടസിദ്ധികളില് എന്തെല്ലാമാണ് നമുക്ക് ആർജിക്കാൻ കഴിയുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സംസാരിച്ചു വന്നത്. ഇന്ന് അതില് ഈശിത്വം എന്ന വിഷയത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ജീവിതം പലപ്പോഴും നമ്മൾ നിയന്ത്രിക്കേണ്ടതിന് പകരം വേറെന്തെല്ലാമോ ചേർന്ന് നിയന്ത്രിക്കുകയും ആ ജീവിതം നമ്മളെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടല്ലേ. ഇങ്ങനെ അങ്ങ് പോകുന്നു എന്ന് പറഞ്ഞാൽ ജീവിതമാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. നമ്മൾ ജീവിതത്തെ നിയന്ത്രിക്കുന്ന ഒരവസ്ഥയില്ല. നമ്മൾ ജീവിതത്തെ നിയന്ത്രിക്കുന്ന ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മൾ വന്നു എന്ന് വിചാരിക്കുമ്പോഴേക്കും അതിന്റെ വഴി തിരിഞ്ഞു പോയിട്ടുണ്ടാവും, നമ്മുടെ കൺട്രോളിൽ നിന്ന് പോയിട്ടുണ്ടാവും. അപ്പോ പലപ്പോഴും നമ്മുടെ ജീവിതക്രമത്തെ തീരുമാനിക്കുന്നത് ചുറ്റുപാടുകളും ഒക്കെയാണ്. പലപ്പോഴും നമ്മുടെ പ്രതികരണങ്ങളും നമ്മുടെ പ്രതിനിധികളും എല്ലാം വളരെ അൺകോൺഷ്യസ് ആയിട്ടാണ് ഉണ്ടാവുന്നത്. നമ്മളൊരിക്കലും ചിന്തിക്കില്ല ഇത് എങ്ങനെയാണ് പോകുന്നതെന്നോ. നമ്മുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യും, നമ്മുടെ ശീലങ്ങൾ നിയന്ത്രിക്കും, വെളിയിലുള്ള പല കാര്യങ്ങളും നമ്മളെ ബാധിക്കും. പിന്നെ അങ്ങനെ നമ്മൾ തീരുമാനിച്ചു വെച്ചിട്ടുള്ളതോ വിചാരിച്ചിട്ടുള്ള കാര്യങ്ങളല്ല നടക്കുക. അതിൽ നിന്നും നമ്മൾ മാറി ഇങ്ങനെ നടക്കുന്ന ഒരവസ്ഥ. അപ്പോഴാണ് നമ്മൾ ദേവന്മാരുടെ കഥയൊക്കെ കേൾക്കുന്നത്. അത് ഉണ്ടാകട്ടെ എന്ന് വിചാരിക്കുന്നു, ഉണ്ടാകുന്നു. പിന്നെ എന്തിന്റെ മുകളിൽ ആധിപത്യം സ്ഥാപിക്കുന്ന ഒരവസ്ഥ. അവരവരുടെ ചുറ്റുപാടിന്റെ മുകളിൽ അവർ ആധിപത്യം സ്ഥാപിക്കുന്നു. ഒരിടത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഈ ദേവന്മാരോ മാത്രമല്ല, നമ്മൾ ഈ അധിനിവേശക്കാരുണ്ടല്ലോ, ചില രാജാക്കന്മാരെ, ചില ചക്രവർത്തിമാരെ അവർ യുദ്ധം ചെയ്ത് ഇവിടേക്ക് വന്നു, എന്നിട്ട് അവർ സമൂഹത്തിന്റെ മുകളിൽ ആധിപത്യം സ്ഥാപിച്ചു എന്നുള്ളത് ഇത് ഈശിത്വം എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാര് ഇവിടെ വന്നു, അവരെക്കാളും എന്തുകൊണ്ടും ബൗദ്ധികമായിട്ടും ജ്ഞാനപരമായിട്ടും ഒക്കെ ഒരുപാട് മുന്നിൽ നിൽക്കുന്ന ഭാരതീയര്, നല്ല സംസ്കാരമുള്ള ഭാരതീയര് മൊത്തം അവർക്ക് അടിമപ്പെട്ടു. എന്തുകൊണ്ടാ? അവർക്ക് ആധിപത്യം സ്ഥാപിക്കേണ്ട രീതി അറിയാം, നിയന്ത്രണാധികാരം എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് അറിയാമായിരുന്നു. അവരുടെ കാര്യത്തിൽ അവർ വെൽ ഓർഡേർഡ് ആയിരുന്നു. നമ്മൾ പലപ്പോഴും അതിനെ പുച്ഛിക്കും, അവർ വെറുതെ ഫ്രെയിമിലിട്ട് ജീവിക്കുന്നു എന്നൊക്കെ പറയും. പക്ഷെ അവരെന്തിനും ആയിക്കോട്ടെ, നല്ലതിനോ ചീത്ത എന്തിനും ആയിക്കോട്ടെ, അവർ ചെയ്യുന്ന കാര്യം വളരെ ക്ലിയർ ആയിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് അവർക്ക് ആധിപത്യം സ്ഥാപിക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ടാണ് എത്രയോ നാട്ടുരാജ്യങ്ങൾ ഇവിടെ ഉണ്ടായിട്ടും അതിനെയല്ല, ആ നാട്ടുരാജ്യങ്ങൾ എന്ന് പറയുന്നത് പ്രാദേശികതയിൽ സുരക്ഷയിൽ ജീവിച്ചിരുന്ന ആളുകൾ ഇവർക്കിടയിൽ ഛിദ്രം പരത്തി കഴിഞ്ഞപ്പോൾ ഇവരെല്ലാം തമ്മിൽ തല്ലാനും, എന്നാൽ ഇവരെല്ലാം കൂടെ കോമൺ ഫ്രണ്ട് എന്നുള്ള രീതിയിൽ ബ്രിട്ടീഷുകാരെ നിൽക്കുകയും അവസാനം ബ്രിട്ടീഷുകാരുടെ അധീനതയിലുള്ള ഒരു ഫെഡറൽ സംവിധാനമായിട്ട് മാറുകയും ചെയ്തൊരവസ്ഥയുണ്ട്. അപ്പൊ ഈ രീതിയിൽ ആധിപത്യം സ്ഥാപിക്കുക, ദേവേന്ദ്രൻ ആധിപത്യം സ്ഥാപിച്ചതാണ്, അല്ലെങ്കിൽ അശ്വമേധം ചെയ്തിട്ട് ആധിപത്യം സ്ഥാപിച്ചതാണ്, അലക്സാണ്ടർ ആധിപത്യം സ്ഥാപിച്ചത്. ഇങ്ങനെ നമ്മള് ഈ ചരിത്രത്തിലും പുരാണത്തിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ ആധിപത്യം സ്ഥാപിക്കൽ ഭയങ്കര സംഭവമാണ്. ഈ ആധിപത്യം സ്ഥാപിക്കാനുള്ള കഴിവിനെയാണ് ഈശിത്വം എന്ന് പറയുന്നത്. ഈശിത്വം എന്ന് പറയുന്നതിന് അധിപതിയാകാനുള്ള ശേഷി എന്നുള്ളതാണ്. അത് ദൈവികമായിട്ടുള്ളൊരു നിയന്ത്രണ ശേഷിയാണെന്ന് പറയാം. പ്രകൃതി ശക്തികളുടെ മുകളിലുള്ള ആർക്കോ ഇങ്ങനെ പർവ്വതം എടുത്ത് ഉയർത്തി എന്നൊക്കെ പറയുന്നില്ലേ, പ്രകൃതി ശക്തിയെ മാറ്റിവെക്കുന്നു, മഴയെ മാറ്റുന്നു, കടലിനെ മാറ്റുന്നു എന്നുള്ളതൊക്കെ. ഇത് ചില യോഗികൾക്ക് കിട്ടുന്ന എക്സ്ട്രാ ഓർഡിനറി പവർ എന്നുള്ള രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കിയത്. നമ്മളെ സൃഷ്ടിച്ച ഈ പ്രാകൃതിക സംവിധാനത്തെ തന്നെ തിരിച്ചു വെക്കാനുള്ള കഴിവ്. സത്യത്തിൽ അതാണോ ഈ ഈശിത്വം എന്ന് പറയുന്നത്? നമ്മുടെ ജീവിതത്തെ എടുക്കുക. നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് നമുക്ക് നിയന്ത്രണം നഷ്ടമാകുന്നത്? നമ്മൾ അറിയാതെ നമ്മുടെ ഉള്ളിലെ ഒരു രൂപീകരണം, പെരുമാറ്റ രൂപീകരണം
ഉണ്ടായിട്ടുണ്ട്. അൺകോൺഷ്യസ് ആയിട്ടുള്ള ഒരു തരം കണ്ടീഷനിങ് ഉണ്ടായിട്ടുണ്ടായിരുന്നു നമ്മുടെ ഉള്ളിൽ, അല്ലെ? ഇതിന്റെ മുകളിലേക്കാണ് നമ്മൾ പലപ്പോഴും പെരുമാറുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ അപ്പൊ തോന്നുന്ന രീതിയിൽ നമ്മളങ്ങനെ പെരുമാറും. ഇമ്പൾസീവ് ആയിട്ടുള്ള ബിഹേവിയർ നമുക്ക് ഉണ്ടായിരുന്നു. ഇതിനെല്ലാം നിയന്ത്രിക്കുന്നത് ഈ അങ്ങനെ ഒരു അവസ്ഥ വരുന്ന സമയത്ത് ആ ഇമ്പൾസീവ് ആയിട്ടുള്ള ബിഹേവിയറിന് കാരണമാകുന്നതാണ് ആ ഇമോഷണൽ ആയിട്ടുള്ള ഇൻസ്റ്റബിലിറ്റിയാണ്. അത് മാത്രമല്ല, നമ്മുടെ പാറ്റേണുകളുണ്ടല്ലോ, നമ്മുടെ പഴയ ശീലങ്ങളും മറ്റുള്ള കാര്യങ്ങളെല്ലാം, ഇതെല്ലാം നമ്മളെ നിയന്ത്രിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക് ആയിട്ടാണ് നമ്മൾ പെരുമാറുക. ശീലങ്ങൾ ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ നമ്മൾ എങ്ങനെ പെരുമാറും. ഇപ്പൊ ചില വ്യക്തികളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ റിയാക്ട് ചെയ്യുന്ന രീതി, അയാൾ പോയി കഴിഞ്ഞിട്ട് നമ്മൾ ആലോചിക്കും അയാളോട് അങ്ങനെ പറയേണ്ടിയിരുന്നു എന്നൊക്കെ, പക്ഷെ നമ്മുടെ ഉള്ളിൽ നിന്നും വരും. ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് സംഭവിക്കും. അപ്പൊ ഇങ്ങനെ നമ്മുടെ കൺട്രോളിലല്ലാതെ നമ്മൾ ഓട്ടോമാറ്റിക് ചെയ്ത് വെച്ചിട്ടുള്ള കുറേയേറെ കാര്യങ്ങൾ, സാഹചര്യങ്ങൾ കൊണ്ടും പശ്ചാത്തലങ്ങൾ കൊണ്ടും വിദ്യാഭ്യാസം കൊണ്ടും ഒക്കെ നമ്മളെ നേടിയെടുത്ത കുറെ കാര്യങ്ങൾ നമ്മളെ നയിച്ചുകൊണ്ട് പോകും. ഇതിന്റെ മുകളിൽ നമുക്ക് എവിടെ നിയന്ത്രണം? നമുക്ക് വലിയ കൺട്രോളൊന്നുമില്ല, നമുക്ക് ജീവിതത്തെ കൈകാര്യം ചെയ്യാൻ വഴിയൊന്നുമില്ല എന്ന ഇടത്താണ് നമ്മൾ ഈശിത്വം എന്നുള്ള ഒരു അവസ്ഥയെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഈശിത്വം എന്നുള്ളത് സത്യത്തില് ഈ പുറത്തുള്ള കാര്യങ്ങളെ കൺട്രോൾ ചെയ്യലല്ല, അത് ആത്മത്തെ, അവനവന്റെ അകത്തുള്ള പ്രകൃതിയെ നിയന്ത്രിക്കലാണ്. പുറത്തുള്ള പ്രകൃതിയെ നിയന്ത്രിക്കല, അകത്തുള്ള പ്രകൃതിയെ നിയന്ത്രിക്കലാണ്. അകത്തുള്ള പ്രകൃതി നിയന്ത്രണത്തിലായാൽ പുറത്തുള്ള പ്രകൃതിയോട് വിധേയപ്പെട്ട് നിൽക്കുകയും അല്ലെങ്കിൽ പുറത്തുള്ള പ്രകൃതി ഇതിനോട് വിധേയപ്പെട്ട് നിൽക്കുകയും ഇവ തമ്മിൽ പാരസ്പര്യത്തിലാവുകയും ചെയ്യും. അതാണ് ഈശിത്വം എന്ന് പറയുന്നത്. നമ്മുടെ അകത്ത് ഉള്ള ലോകത്തിന്റെ മുകളിൽ നമുക്ക് നിയന്ത്രണം ഉണ്ടാവും. എന്റെ ഇച്ഛാശക്തി കൊണ്ട് എന്റെ അകത്തുള്ള ലോകത്ത് ഞാൻ നിയന്ത്രണം ഉണ്ടാക്കുന്ന ഒരവസ്ഥ. ഇതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം, അതിനായിട്ട് വേണ്ടത് എന്താന്ന് വെച്ചാൽ ആത്മനിരീക്ഷണമാണ്. കൃത്യമായിട്ട് നമുക്ക് നമ്മളെ നിരീക്ഷിക്കാൻ കഴിയണം. നമ്മുടെ ഉള്ളിൽ എന്ത് സംഭവിക്കുന്നു, ഏത് വികാരം, നമ്മൾ ഇമോഷണൽ ഇന്റലിജൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഉള്ളിൽ എന്ത് ചലനം ഉണ്ടാകുന്നു, നമ്മൾ ഏത് വഴിക്കാണ് ചിന്തിച്ചു പോകുന്നത്, നമ്മുടെ ഇമോഷൻ എവിടെയാണ് ഉണരുന്നത്, അത് ഏത് വിഭാഗത്തിൽപ്പെട്ട ഇമോഷനാണ്, അത് നമ്മൾ എന്ത് ചലനമാണ് ഉണ്ടാക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചുള്ള നിരീക്ഷണം. ഒരു സ്ഥലത്തെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ അവിടെ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് അറിയണ്ടേ. അപ്പൊ നമ്മുടെ അകത്ത് ഉള്ളിലുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കണമെങ്കിൽ നമ്മൾ അകത്തുള്ളത് എന്താണെന്ന് അറിയണം. അതറിയുന്ന സമയത്ത് നമുക്ക് വേണ്ടുന്നിടത്ത് നമുക്ക് ചെയ്യാൻ കഴിയും. അപ്പൊ വളരെ കോൺഷ്യസ് ആയിട്ടുള്ള നമ്മുടെ ഉള്ളിലെ റെസ്പോൺസസിനെ ബിൽഡ് ചെയ്യാൻ പറ്റും. കൃത്യമായിട്ട് അകത്തുള്ള ക്രമങ്ങളെ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. വികാരങ്ങളെ നമുക്കിങ്ങനെ കൃത്യമായിട്ട് റെഗുലേറ്റ് ചെയ്യാൻ, എന്ന് വെച്ചാൽ ഏത് വഴിക്ക് തിരിയണോ എന്നുള്ള രീതിയിൽ അതിനെ നമുക്ക് ആലോചനയോടുകൂടി, അവയർനെസ്സോടുകൂടി നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. എന്തിന് ഈ ആലോചനയെ പോലും എങ്ങനെ കൊണ്ടുപോകണം നമുക്ക് തീരുമാനിക്കാം. കാരണം ആലോചന ഏത് വഴിക്ക് പോകുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള അവയർനെസ് നമുക്ക് ഉണ്ടാകേണ്ടത് ആത്മനിരീക്ഷണം കൊണ്ട് മാത്രമേ സാധ്യമാകുള്ളൂ. അങ്ങനെ വരുമ്പോൾ നമ്മുടെ അകത്ത് എന്ത് സംഭവിക്കുന്നു എന്ന് മനസ്സിലാവുമ്പോൾ നമുക്ക് ഇനി അതിനെ ഏത് വഴിക്ക് കൊണ്ടുപോകുന്നതാണ് ഉചിതം എന്ന കാര്യത്തിൽ നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റും. അങ്ങനെ തീരുമാനം എടുക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ആധിപത്യത്തെ ചെലുത്താൻ കഴിയും. പെട്ടെന്ന് പറ്റുന്ന കാര്യമല്ല. ഈ ആധിപത്യം ചെലുത്താനുള്ള വഴിയാണ് ഈ പാറ്റേൺ ഷിഫ്റ്റ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. അത് ആത്മനിരീക്ഷണത്തിലൂടെ നമ്മുടെ വികാരങ്ങളെ, നമ്മുടെ പെരുമാറ്റങ്ങളെ, അതുപോലെ നമ്മുടെ ശീലങ്ങളെ, നമ്മുടെ ഓർമ്മകളിൽ തന്നെ കടന്നുപോയ ഓർമ്മകളും കടന്നു പോകാത്ത ഓർമ്മകളും ഉണ്ടാവും. ഇപ്പോ നമ്മളെ വളരെ പ്രിയപ്പെട്ട ഒരാൾ മരിച്ചു, നമ്മൾ ആ ദുഃഖവും പേര് ജീവിക്കാമെന്നിരിക്കട്ടെ, കടന്നു പോകാത്ത ഓർമ്മയാണ്. നമ്മുടെ പരിചയത്തിലെ ഒരു സുഹൃത്തും മരിച്ചു, നമ്മൾ പറയുമ്പോഴൊക്കെ നമുക്ക് അയാളെ ഓർമ്മ വരും, പക്ഷെ ആ വികാരങ്ങൾ നമ്മുടെ ഉള്ളിൽ തങ്ങി നിൽക്കുക, അത് കടന്നുപോയ ഓർമ്മയാണ്. അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ഉള്ളിലുണ്ടല്ലോ. ഇവയുടെ എല്ലാം സ്ഥിതിയെ ബോധ്യപ്പെട്ട് അതിനെ മോണിറ്റർ ചെയ്തിട്ട് അതിനെ കൈകാര്യം ചെയ്യുന്ന ഉപബോധത്തെ റീപ്രോഗ്രാം ചെയ്യലാണ് നമ്മൾ PSP-യിലൂടെ ചെയ്യുന്നത്. സത്യത്തിൽ ഇന്റേണൽ ഡീകണ്ടീഷനിങ് ആൻഡ് റീകണ്ടീഷനിങ് ആണ്. അവിടെ നമ്മുടെ പെരുമാറ്റത്തെ നമ്മൾ പുനർവിന്യാസം ചെയ്യുകയാണ്. നമ്മുടെ ഒരു ഭരണത്തെ, ആത്മസ്വാധീനത്തെ, ആത്മനിയന്ത്രണത്തെ നമ്മൾ ബോധപൂർവം കൈകാര്യം ചെയ്യുക. അതിനെയാണ് ഈശിത്വം എന്ന് പറയാം. ഈ ആധുനിക കാലത്ത് ഈശിത്വം എന്നുള്ളത് ജനറലി അവൈലബിൾ അല്ല. നമ്മുടെ നിയന്ത്രണം ആർക്കാ? സോഷ്യൽ മീഡിയക്ക്, അല്ലെ? പലപ്പോഴും നമ്മൾ താൽക്കാലികമായിട്ടുള്ള ആ സഡൻ ഇമ്പൾസിന് വിധേയമാകുന്നുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഈ ഓരോ റീലും നമ്മുടെ ഡോപ്പമിൻ അഡിക്ഷൻ ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ്, അല്ലെ? നമ്മളെ കുറച്ചു നേരത്തേക്ക് ഒരു പുതിയ കാര്യത്തേക്ക് കൊണ്ടുപോകുന്നു, അപ്പൊ ഒരു ഡോപ്പമിൻ സർജ് ഉണ്ടാവും.
അപ്പോ അതൊരു ഇമ്പൾസീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിന്റെ മുകളിൽ നമ്മൾ അറിയില്ല, ഞാൻ ഇതിന്റെ മുകളിൽ നിയന്ത്രണത്തിലാണെന്നൊക്കെ പറയുമെങ്കിലും നമുക്കറിയില്ല, നമ്മൾ ഇതിന്റെ വഴി ഇങ്ങനെ വിട്ടുകൊടുക്കും. നമുക്ക് സത്യത്തിൽ വേണ്ടത് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ, അതായത് ഈ ഉടൻ സംതൃപ്തിയില്ലേ, നമ്മൾ എന്ത് ചെയ്താലും ഉടനടി എനിക്ക് എന്റെ റിസൾട്ട് കിട്ടണം എന്ന് പറയുന്ന ഒരു പരിപാടി, അതാണ് ഉണ്ടാവുന്നത്. അപ്പൊ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷനുള്ള സാധ്യതകൾ ഒരുപാടുണ്ട് ഇവിടെ. ഞാനൊരു ചാലഞ്ച് തരട്ടെ എന്ന് പറഞ്ഞത്, ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷന്റെ ഒരു എക്സാമ്പിൾ ആണിത്, ഒരു ചാലഞ്ച് എന്ന് പറയുന്നത്. സത്യത്തിൽ അത് നമ്മുടെ റിയൽ ആയിട്ടുള്ള അറ്റൻഷനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതാണ്. നമ്മളെ അറിയേണ്ടത്, നമ്മളെ ശ്രദ്ധിക്കേണ്ടത്, നമ്മളെ കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു അവസ്ഥയിൽ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതാണ്. ശരിക്കും കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു പെരുമാറ്റമാണ് ആധുനിക ലോകം നമുക്ക് തരുന്നത്. അവിടെ നിന്നാണ് നമ്മുടെ മുകളിലുള്ള ഈശിത്വം അല്ലെങ്കിൽ നമ്മുടെ മുകളിലുള്ള സർവാധിപത്യം ചെലുത്തണമെന്ന് നമ്മൾ വിചാരിക്കുന്നത്. അത് വേണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ആത്മനിരീക്ഷണം വേണം, വികാര നിയന്ത്രണത്തിൽ വേണ്ടുന്ന ഒരു പ്രാവീണ്യം നേടണം, ഇമോഷണൽ ബ്യൂട്ടിയിലേക്ക് എത്തണം, ഇമോഷണൽ ഇന്റലിജൻസ് അല്ല, ഇമോഷണൽ ബ്യൂട്ടിയിലേക്ക് എത്തണം. അതിന് കൃത്യമായിട്ടുള്ള ധ്യാനം ഉണ്ടാകണം, നിശബ്ദത നമ്മൾക്ക് പരിചയം ഉണ്ടാവണം. ഞാൻ എന്നുള്ളത് എപ്പോഴും ഒരുപാട് ശബ്ദങ്ങൾക്കിടയിലും ഒരുപാട് മാനിപ്പുലേഷൻസിന്റെ ഇടയിൽ ജീവിക്കുന്നതിന് പകരം ഒരുപാട് കാഴ്ചകൾക്കിടയിൽ, ഒരുപാട് ഐഡിയകൾക്കിടയിൽ ഒരു മിനിറ്റിൽ തന്നെ 4 5 വ്യത്യസ്ത ഐഡിയകൾ തലയിൽ കൂടെ പോകുന്ന വളരെ ബഹളം പിടിച്ചൊരു അവസ്ഥയ്ക്ക് പകരം നമ്മൾ നിശബ്ദതയിലേക്ക് പോകണം, ധ്യാനത്തിലേക്ക്. നമുക്ക് കൃത്യമായിട്ട് ശ്രദ്ധിക്കാൻ പറ്റണം. നമ്മുടെ ശ്രദ്ധ എങ്ങോട്ട് പോകുന്നു അവിടേക്ക് നമ്മുടെ ജീവിതത്തിന്റെ ഗതി പോകുമെന്നുള്ളത് അറിഞ്ഞുകൊണ്ട് ശ്രദ്ധ കൊണ്ടുപോകണം. ശ്രദ്ധ നമ്മളിപ്പോ എങ്ങനെയാണ് മൊബൈൽ തീരുമാനിക്കുന്നതാണല്ലോ നമ്മുടെ ശ്രദ്ധയും നമ്മുടെ ഗതിയും ഒക്കെ. ഇതെല്ലാം കൃത്യമായിട്ട് പോകണം എന്നുണ്ടെങ്കിൽ അടിസ്ഥാനപരമായിട്ട് നമുക്ക് ഒരു കാര്യം കൂടെ വേണം, പ്രകൃതിയുടെ റിഥം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം, പ്രകൃതിയുടെ റിഥത്തെ പഠിക്കാൻ കഴിയണം. അങ്ങനെ ആകുന്ന സമയത്ത് ഈശിത്വം എന്നുള്ളത് നമുക്ക് കൈവശമാണ്. അതിനുള്ള വഴിയാണ് PSP കേട്ടോ. PSP ആത്മജ്ഞാനം ഒക്കെ ഇതിനുള്ള വഴിയാണ്. അപ്പൊ ആ ഈശിത്വം എന്നുള്ളത് നമ്മുടെ മുകളിലുള്ള ആധിപത്യം നേടലാണ്, അല്ലാതെ അപരന്റെ മുകളിലോ ഏതെങ്കിലും രാജ്യത്തിന്റെ മുകളിലോ ഏതെങ്കിലും പ്രദേശത്തിന്റെ മുകളിലോ ആധിപത്യം നേടലല്ല. എന്തുകൊണ്ട് ഇത് യോഗികൾക്ക് പറഞ്ഞിരിക്കുന്നു എന്ന് വെച്ചാൽ, യോഗികൾ യോഗത്തിലൂടെ പോകുന്ന സമയത്ത് പ്രകൃതിയുമായി ചേർന്നിണങ്ങി ജീവിക്കുമ്പോൾ അവരുടെ ഫ്ലോ പാറ്റേൺ കൃത്യമായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ അവർക്ക് അവരുടെ മുകളിലുള്ള അവരുടെ അകത്തുള്ള ലോകത്തെ നിയന്ത്രണം കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. അവരുടെ ഇച്ഛാശക്തിക്ക് അനുസരിച്ചായിരിക്കും പോവുക. അതുകൊണ്ടാണ് യോഗികൾക്ക് ഇത് അനുകൂലമാണെന്ന് പറഞ്ഞതും. പിന്നെ ഇത്തരം സിദ്ധി ഉണ്ട് എന്നറിയിക്കാൻ വേണ്ടി ദേവന്മാർക്കൊക്കെ ഇതുണ്ടെന്ന് പറയുന്നത്. ഇത് ഉള്ളവരെ പലരും കണ്ടിട്ടില്ലല്ലോ. ആ കാണുന്നത് ആർക്കിടയില്ല? യോഗികൾക്കിടയിൽ, അല്ലെ? യോഗികൾക്കാണ് ഈ ആധിപത്യം ചെലുത്താനുള്ള അവസ്ഥ ഉണ്ടാവുന്നത്. ഈ ആധിപത്യം ചെലുത്താൻ വെച്ചാൽ അവരെ അകത്ത് ആധിപത്യം ചെലുത്തുന്നതുകൊണ്ട് പുറത്ത് ആധിപത്യം ചെലുത്തലും അവർക്ക് സാധിക്കും. ആധിപത്യം എന്നുള്ളത് ഭരിക്കാൻ വേണ്ടിയല്ല, പകരം അവയെല്ലാം ശാന്തമാക്കി കൊണ്ടുപോകാനുള്ള, ബാലൻസ് ചെയ്യാനുള്ള, അതൊരു രാജധർമ്മം പോലൊരു കാര്യമാണ്, ധർമ്മമാണ്. ആ ഒരു അവസ്ഥ ഉണ്ടാകുന്നത് ഇവയെല്ലാം ശരിയായി വരുമ്പോഴാണ്. എന്തായാലും നിങ്ങളിൽ എത്ര പേർ യോഗികളാകാൻ പോകുന്നു എന്നറിയില്ല. പക്ഷെ നല്ല മനുഷ്യരായി ജീവിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈശിത്വം എന്നുള്ളത് നിങ്ങൾ നടപ്പിലാക്കണം. കാരണം അത് അവനവന്റെ അകത്തുള്ള ലോകത്തെ, അവനവന്റെ അകത്തുള്ള പ്രകൃതിയുടെ മുകളിൽ ആധിപത്യം നേടാനാണ്. ആ ആധിപത്യം ഉണ്ടെങ്കിൽ ലോകത്തിൽ എന്തിനോടും സമരസപ്പെട്ട് നിൽക്കാൻ, സ്റ്റേൺ ആയിട്ട് നിൽക്കാൻ നമുക്ക് കഴിയും. അതിനുള്ള സിദ്ധി നിങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.